ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തിരുവോണമാണ്. ഭാര്യ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ്. ഉച്ചയ്ക്ക് ഗംഭീരമായൊരു സദ്യയൊക്കെ കഴിച്ച് ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നാളെ നബിദിനമാണ്. നബിദിനമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഓർമ്മകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോണ കാര്യം നിങ്ങളിൽ കുറച്ച് പേർക്ക് ചിലപ്പം ഉപകാരപ്പെട്ടേക്കാം, ജീവിതത്തിൽ കുറച്ചെങ്കിലും ഒരു ഇൻസ്പിറേഷനലായിട്ട് തോന്നിയേക്കാം. അങ്ങനെ തോന്നിയാൽ അതെൻ്റെ സുഹൃതം. കേട്ടു നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടേക്കാം. നബിദിനം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്ന ഒരു സംഭവം, അതായത് എൻ്റെ ജീവിതത്തിൽ തന്നെ ആകെ കൂടി മാറ്റിമറിച്ച് പിൽക്കാലത്തുള്ള എൻ്റെ ജീവിതത്തിലുള്ള തീരുമാനങ്ങളെ പോലും ഒരുപാട് സ്വാധീനിച്ച ഒരു അനുഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ കുറേ പേർക്കൊക്കെ അറിയാതിരിക്കാം, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഒരു തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ മേട്ടൂർ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും, പിന്നെ ഒരു 1ാം ക്ലാസ് വരെ പഠിച്ചതുമൊക്കെ. അതിനുശേഷമാണ് എന്നെ എൻ്റെ മാതാപിതാക്കൾ കേരളത്തിലേക്ക് പറിച്ചു നടുന്നത്. അപ്പോൾ ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾ പെട്ടെന്ന് മലയാളി കൾച്ചറുമായിട്ട് ഇങ്ങനെ താതാത്മ്യം പ്രാപിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്നോട് സ്കൂളിൽ ചേർത്ത് അതേപോലെ തന്നെ എന്നെ മദ്രസയിലും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടിലെ മദ്രസയിലൊന്ന് ചേർത്തതിന് ശേഷമാണ് ഞാൻ ഈ നബിദിനം എന്ന് പറയുന്നത് ഇത്രയും പൊലിമയുള്ളൊരു ആഘോഷമാണെന്ന് മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിലും നബിദിനം, അവിടെ മീലാദുൻ നബി എന്നാണ് പറയാം, അതും വലിയൊരു ആഘോഷം തന്നെയാണ്. പക്ഷേ അവിടെ ഈ മദ്രസയിലെ കുട്ടികളെ കൊണ്ടല്ല പാട്ട് പാടിക്കുക. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള മാപ്പിളപ്പാട്ട് ഗായകരായിട്ടുള്ള നാഗൂർ EM ഹനീഫ, ഷെയ്ഖ് മുഹമ്മദ്, അതുപോലെ ഷാഹുൽ ഹമീദ് മുതലായിട്ടുള്ള ഗായകരെയൊക്കെ പൈസ കൊടുത്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ട് അവരുടെ ഒരു ഓർക്കസ്ട്ര പോലെ ചെയ്യിക്കലാണ് അവിടെ പതിവുള്ളത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത് മദ്രസയിലെ എല്ലാ മദ്രസകളിലും പ്രോഗ്രാം നബിദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. രാവിലെ ഒരു ഗംഭീര ഘോഷയാത്ര ഉണ്ടാകും. അതിൽ പായസ വിതരണം, മധുര വിതരണം, മിഠായി വിതരണം എല്ലാം ഉണ്ടാകും. അതിന് പുറമെ വൈകിട്ടായി കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷം കലാപരിപാടികൾ, നബിയെക്കുറിച്ചുള്ള മദ്ഹുകൾ പാടിക്കൊണ്ടുള്ള പാട്ടുകളും കഥാപ്രസംഗങ്ങളും പ്രസംഗങ്ങളും, അങ്ങനെ നബിയുടെ ചരിത്രം പറയുന്ന ഒരുപാട് നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് വൈകുന്നേരം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു കൗതുകമായിരുന്നു. അങ്ങനെ ഞാൻ മദ്രസയിൽ ചേർക്കപ്പെട്ടു. ഞാൻ ആ വർഷം നബിദിനം സമാഗതമായി. അപ്പോൾ എൻ്റെ ഒരു ഉസ്താദ് എന്നോട് ചോദിച്ചോടാ, നീ പാട്ടൊന്നും എടുക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് പാട്ടാണ് പാടുക എന്ന് പറഞ്ഞു. ആ ഉസ്താദ് എനിക്കൊരു പാട്ട് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് വളരെ ഫേമസ് ആയിട്ടൊരു പാട്ടുണ്ടായിരുന്നു, പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളൂ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഭയങ്കര പോപ്പുലറായിട്ടുള്ള പാട്ട് തന്നെയാണ്. ആ പാട്ടിൻ്റെ ഒരു പാരഡി പോലെ ഒരു നബിയെ പ്രശംസിച്ചുകൊണ്ടുള്ളൊരു പാട്ടാണ് ആ ഉസ്താദ് നിർദ്ദേശിച്ചത്. ഞാൻ ആ പാട്ട് വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുകയും നബിദിനത്തിന് പോയിട്ട് പങ്കെടുക്കുകയും പാടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ നബിദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം എല്ലാ പരിപാടിയും കഴിഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും വന്നിട്ടുണ്ട് എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു. ഇങ്ങനെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നൊരു പകപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരുവിധം പാടി, തെറ്റില്ലാണ്ട് പാടി ഒപ്പിച്ചു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി എൻ്റെ പെങ്ങളുടെ അടുത്ത് ഞാൻ വന്നിരിക്കുകയാണ്. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. കുട്ടികൾക്കുള്ള സമ്മാനദാനം തുടങ്ങി. അപ്പം ഞാനൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, സമ്മാനം കിട്ടുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ കുട്ടിയല്ലേ, സമ്മാനമൊക്കെ വരുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് എല്ലാവർക്കും, ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കുമുള്ള പ്രോത്സാഹന സമ്മാനമാണ് ആദ്യം കൊടുക്കുന്നത്. ചെറിയൊരു ചായ ഗ്ലാസ്, നമ്മൾ നോർമലി കുടിക്കുന്ന പോലത്തെ ഒരു കുപ്പി ഗ്ലാസ്സാണ് സമ്മാനം. അങ്ങനെ ഓരോ കുട്ടികളുടെ പേര് വിളിക്കുന്നു. കുട്ടികൾ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് പോയിട്ട് ആ പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ട് തിരിച്ച് അവരവരുടെ ഇരിപ്പിടത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ പേര് വിളിക്കുന്നതും കാത്തിരിക്കുകയാണ്. പക്ഷേ എൻ്റെ പേര് വിളിക്കുന്നേ ഇല്ല. എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള സ്പെഷ്യൽ സമ്മാനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതായത് നന്നായി പാടിയ പാട്ടിനെ ഇഷ്ടപ്പെട്ട ആളുകൾ, അവർ നാട്ടുകാരെ വക സ്പെഷ്യൽ സമ്മാനങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ക്യാഷ് അവാർഡായിട്ടും ഗിഫ്റ്റുകളായിട്ടും വലിയ ബോക്സിലൊക്കെ ഇട്ടിട്ട് നല്ല വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞ വലിയ വലിയ പെട്ടികളൊക്കെ സമ്മാനമായിട്ടൊന്ന് കൊടുക്കുമായിരുന്നു. അതിൽ ചിലപ്പോൾ ബിസ്ക്കറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ കിച്ചൺ സെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മധുരപലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ അത് കിട്ടുന്നത് വലിയൊരു അതിർപ്പായിരുന്നു ആ കാലത്തൊക്കെ. അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ക്യാഷ് അവാർഡായിട്ടും മറ്റോ കിട്ടി എല്ലാവരും നന്നായിട്ട് സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ പേര് മാത്രം വിളിക്കുന്നില്ല. ഞാൻ മാത്രം ഒറ്റപ്പെട്ടവനെ പോലെ, അവഗണിക്കപ്പെട്ടവനെ പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ ചെയ്യാമെന്നറിയാതെ. എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താണ് ഇവനെ മാത്രം വിളിക്കാത്തത്. അപ്പോൾ എൻ്റെ പേര് വിളിക്കാതാകുമ്പോൾ എൻ്റെ റിയാക്ഷനൊക്കെ എല്ലാ ആൾക്കാരും എന്നെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആകെ ഇങ്ങനെ ഷെയിമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ പെങ്ങളെന്നോട് ചോദിക്കുന്നുണ്ട്, ഇക്കാൻ്റെ പേരെന്താ വിളിക്കാത്തത്, ഇക്കാക്ക് എന്താ സമ്മാനം തരാത്തതെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പേര് വിളിക്കുന്നില്ല. അവസാനം എത്തി എല്ലാവർക്കും സമ്മാനം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ മൈക്കിൽ അനൗൺസ് ചെയ്യുന്ന ആ ഉസ്താദ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്.
ഞാനിങ്ങനെ ആകാംക്ഷയോടെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ പറയണം, അപ്പോൾ ഇതോടുകൂടി സമ്മാനദാനം കഴിഞ്ഞു. ഇനി നന്ദി വാക്കുകൾ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സദർ ഉസ്താദിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ അവസാനത്തെ പ്രതീക്ഷയും അവിടെ പോയി. കാരണം എനിക്ക് സമ്മാനമില്ലാന്ന് ശേഷം ഉറപ്പായി. പക്ഷേ ആ സമയത്ത് വേറെ ഒരു ഉസ്താദ് ഈ മൈക്കിൽ അനൗൺസ് ചെയ്യുന്ന ഉസ്താദിൻ്റെ ചെവിയിൽ പോയിട്ട് എന്തോ ഒന്ന് പറയുന്നത് കേട്ടു. ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്ന ഉസ്താദ് മൈക്ക് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ പരിപാടിയിൽ പങ്കെടുത്ത ഏതെങ്കിലും കുട്ടികൾക്ക് സമ്മാനം കിട്ടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അവരെ സ്റ്റേജിലേക്ക് വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് കയറി വരേണ്ടതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര്, മോനെ നീ പാടിയതല്ലേ, പോയി സമ്മാനം വാങ്ങുക, നിനക്ക് സമ്മാനം കിട്ടിയിട്ടില്ല, പോയി വാങ്ങുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ പെങ്ങളെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ എന്തോ എൻ്റെ ഒരു ആത്മാഭിമാനം എന്നെ അതിന് സമ്മതിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ഈ ഒരു പരിതാപരമായിട്ടുള്ള അവസ്ഥയിൽ പോയി സമ്മാനം വാങ്ങുന്ന ഒരു സാഹചര്യം എനിക്ക് എൻ്റെ കുഞ്ഞു മനസ്സപ്പോൾ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും കൂടി നിർബന്ധിച്ചു. എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി സ്റ്റേജിൽ കൊണ്ടുപോയിട്ടു. ഞാൻ വളരെ ഷെയിംഫുള്ളായിട്ട്, വളരെ ഒരു അപമാനിക്കപ്പെട്ടവനെ പോലെ പോയിട്ടാണ് സമ്മാനം വാങ്ങുന്നത്. കാരണം ഇങ്ങനെയൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വിളിക്കുന്ന പോലെ എന്നെ വിളിച്ച് തരുന്നതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നെ വിളിക്കണ്ടായില്ല. ഞാൻ പോയി അവസാനം സമ്മാനം ഞാൻ കൈപ്പറ്റി. ഞാൻ സ്റ്റേജിലേക്ക് കയറി പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴൊക്കെ എന്നെ അറിയുന്ന കുറച്ച് പേരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, ഒരുമാതിരി കളിയാക്കി ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ സമ്മാനം വാങ്ങി തല താഴ്ത്തിക്കൊണ്ട് ഞാൻ എല്ലാവരുടെ ഇടയിൽ കൂടി വന്ന് എൻ്റെ വീണ്ടും എൻ്റെ പെങ്ങളുടെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ദൂരമൊന്നുമില്ല, ഒരു നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഞങ്ങളൊക്കെ താമസിക്കുന്ന വീടുകളുടെ പരിസരത്തേക്ക്. അപ്പോൾ ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളും ഉണ്ട്. അന്ന് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ ആ പ്രദേശത്തേക്ക് നടന്നു പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല നിലാവുള്ളൊരു രാത്രിയാണെന്നുള്ള കാര്യം നല്ല ഓർമ്മ ഉണ്ട് ആ ദിവസം. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ആട്ടവും പാട്ടവും കൊണ്ടാട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. കാരണം എല്ലാവർക്കും ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷമൊക്കെ ആഘോഷിച്ചുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. അവർക്ക് കിട്ടിയ വലിയ വലിയ സമ്മാന പാക്കറ്റുകളൊക്കെ തലയിലൊക്കെ ഇങ്ങനെ വെച്ച് അവരുടെ ക്യാഷ് അവാർഡൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ വീശി കാണിച്ചിട്ട് അങ്ങനെ വരികയാണ്. ചില ആളുകൾ മണലിൽ കുട്ടിക്കരണം അടിക്കുന്നുണ്ട്, സർക്കസ് കളിക്കുന്നുണ്ട്. അങ്ങനെ പാട്ടും ആഘോഷമായിട്ട് എല്ലാവരും ഇങ്ങനെ വരികയാണ്. രണ്ട് പേര് മാത്രം മൗനികളായിട്ടാണ് നടക്കുന്നത്. അത് ഞാനും എൻ്റെ പെങ്ങളുമായിരുന്നു. ഞങ്ങളെന്തോ ഒരു വിഷമം ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് എത്താറായ സമയത്ത് അവിടെ ഒരു ജംഗ്ഷൻ പോലത്തെ സ്ഥലമുണ്ട്. അതായത് അവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാ വീടുകളിലേക്കും പിന്നെ വഴി പിരിഞ്ഞ് പോവുക. അതുവരെ ഒരു കോമൺ വഴിയായിരിക്കും. പിന്നെ ഞങ്ങളുടെ വീടുകളിലൊക്കെ പല വീടുകൾക്ക് വഴി മാറി പോകുന്നത് അവിടെ നിന്നാണ് സംഭവിക്കാറുള്ളത്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് എത്തുന്നത് വരെ ഞങ്ങൾ വളരെ മൗനികളായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഉമ്മമാർ അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അന്നൊന്നും ഞങ്ങളുടെ ഉമ്മമാർക്ക് ഈ മദ്രസയിലേക്ക് വന്നിട്ട് രാത്രി നേരത്ത് മോന്തിക്ക് ശേഷം മദ്രസയിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ പാട്ടൊന്നും കേൾക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അനുവാദം കിട്ടുമായിരുന്നില്ല. അങ്ങനെ അവരവിടെ വേലിക്ക് കാത്തു നിൽക്കുകയാണ്, മക്കൾ വരുന്നതും കാത്തിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാ കുട്ടികളും അതിയായ സന്തോഷത്തോടു കൂടി അവരവരുടെ ഉമ്മാരത്തേക്ക് ഓടിപ്പോയിട്ട് അവർക്ക് കിട്ടിയ സമ്മാനങ്ങളും ഗിഫ്റ്റ് ബോക്സുകളും ക്യാഷ് അവാർഡൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനും പെങ്ങളും മാത്രം ഉമ്മാരെ കണ്ടപ്പോൾ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഉമ്മാരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി. ഞാൻ എൻ്റെ ഉമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് ആകെ ഈ ഒരു സമ്മാനം മാത്രമേ കിട്ടിയുള്ളൂ ഉമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ആ ഒരു കുപ്പി ഗ്ലാസ് ഞാൻ ഉമ്മാക്ക് നീട്ടി. ഉമ്മ അതിങ്ങനെ വാങ്ങിയിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, സമ്മാനമൊക്കെ കിട്ടിയല്ലോ, വെരി ഗുഡ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് വീട്ടിലേക്ക് വഴി നടത്തി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം എന്തോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അത്രയും കുട്ടികളുണ്ടായിട്ട് അതിൽ സമ്മാനം ഒരു ചെറിയൊരു സമ്മാനം മാത്രം കിട്ടിയ ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴേ ഞാൻ മനസ്സിൽ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയൊരു വർഷം നബിദിനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആവരുത്. അന്ന് ആ മദ്രസയിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടുന്ന കുട്ടി ഞാനായിരിക്കണം എന്നൊരു ഉറച്ചൊരു നിശ്ചയം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ചിന്ത മൊത്തം അങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അത് സാധിച്ചെടുക്കുക. വരും വർഷത്തെ നബിദിനത്തിന് ആ മദ്രസയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടുന്നൊരു കുട്ടി ഞാനായിരിക്കണം, അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അടുത്ത വർഷത്തെ നബിദിനം എത്തിച്ചേർന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ആശയം ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്കിങ്ങനെ കഴിഞ്ഞ വർഷത്തെ പോലെ ആവരുത് ഈ വർഷം ആ മദ്രസയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയൊരു കുട്ടി ഞാനാവണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ വർഷം എന്നെ കളിയാക്കിയ എല്ലാ കുട്ടികളുടെ മുമ്പിലും തല ഉയർത്തി പിടിച്ചുകൊണ്ട് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്താ ഇപ്പോൾ ചെയ്യുക എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഉമ്മയുടെ ആശയങ്ങളൊക്കെ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ഉമ്മ പറഞ്ഞു, എടാ നിനക്ക് നന്നായിട്ട് തമിഴ് സംസാരിക്കാൻ അറിയാം, നീ കുറേ കാലം തമിഴ്നാട്ടിലൊക്കെ ആയതുകൊണ്ട് തമിഴ് ബാക്ക്ഗ്രൗണ്ട് നിനക്കുണ്ട്, തമിഴിലെ ഉച്ചാരണവും എല്ലാം അറിയാം, നന്നായി നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം. നമുക്ക് എന്തുകൊണ്ട് ഒരു നബിദിനത്തെക്കുറിച്ചുള്ള ഒരു തമിഴ് ഗാനം ആയിക്കൂടാ, ഒരു വെറൈറ്റി ആവൂലേ
വേറെ ആരും അങ്ങനെ പാടില്ലല്ലോ, എല്ലാവരും മലയാള പാട്ടുകൾ, മലയാളം പ്രസംഗം, മലയാള കഥാപ്രസംഗം എന്നൊക്കെ എന്നെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ ആളുകൾ കേട്ട് കേട്ട് മടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരേ ഒരു കുട്ടി മാത്രം തമിഴിലുള്ള പാട്ട് പാടുമ്പോൾ അതൊരു കൗതുകമായിട്ടുള്ള സംഭവമായിരിക്കില്ലേ എന്ന് ഉമ്മ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ തമിഴ് പാട്ട് പാടുക ഈ മലയാളികളുടെ ഇടയിലോ? അയ്യോ ഞാനില്ല, എല്ലാവരും എന്നെ കളിയാക്കി കൊല്ലും, അത് തമിഴൊക്കെ കേൾക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ എന്നെ കളിയാക്കാറുണ്ട്, അപ്പോൾ എനിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു. എല്ലാം നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഒരു വട്ടം നീ ഒരു പാട്ട് പാട്, ആ പാട്ട് ക്ലിക്കായാൽ നമുക്കത് ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇനി അത് ചെയ്യണ്ട, വിട്ടളഞ്ഞേക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമ്മ തന്നെ ഉമ്മാക്ക് അറിയുന്ന നാഗൂർ EM ഹനീഫ പാടിയ ഒരു മനോഹരമായ ഒരു നബിദിന ഗാനം, നബിയെ പ്രകീർത്തിച്ചുകൊണ്ടൊരു പാട്ട് ഉമ്മ എനിക്ക് സജസ്റ്റ് ചെയ്തിരിക്കുകയും അതിൻ്റെ വരികൾ ഓർത്തെടുത്ത് എനിക്ക് പറഞ്ഞിരിക്കുകയും ഞാനത് മലയാളത്തിൽ എഴുതിയെടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് പാടുകയും ഒക്കെ ചെയ്തു. അത് ഒരു പ്രോഗ്രാമായി തീരുമാനിക്കപ്പെട്ടു, നജമുദ്ദീൻ്റെ തമിഴ് ഗാനം എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അതേ മദ്രസയിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട വേറൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദിൻ്റെ പേര് കുഞ്ഞായ്മുട്ടി മുസ്ലിയാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള, നല്ല പ്രാഥമിക വിദ്യാഭ്യാസം കുറച്ച് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ള, ദീനി വിദ്യാഭ്യാസത്തിന് പുറമെ മറ്റു വിദ്യാഭ്യാസം കിട്ടിയിട്ടൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്നോടൊരു കാര്യം നിർദ്ദേശിച്ചു. അതും ഒരു വെറൈറ്റി ആയിട്ടൊരു ആശയമായിരുന്നു. എടാ നജമുദ്ദീനെ, നീ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പഠിക്കുന്നത്, നമുക്കൊരു ഇംഗ്ലീഷ് പ്രസംഗമായാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ആ കാലത്ത് ഞങ്ങളുടെ ആ പ്രദേശത്ത് നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരേ ഒരു കുട്ടി ഞാൻ മാത്രമായിരുന്നു. കാരണം അന്ന് ഇതുപോലൊന്നുമല്ല, അന്നൊക്കെ എല്ലാവരും കുട്ടികളെ സർക്കാർ സ്കൂളിലൊക്കെയാണ് അയക്കുക. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അധികം കോമൺ അല്ലായിരുന്നു. എന്നെ എല്ലാവരും വിളിച്ചത് നഴ്സറി കുട്ടി എന്നാണ് വിളിക്കുക. ഞാനിങ്ങനെ ബാഗും തൂക്കി ടൈയൊക്കെ കെട്ടി യൂണിഫോമൊക്കെ കെട്ടി സ്കൂളിൽ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് കൗതുകത്തോടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾ പോണ സമയത്തൊക്കെ. അപ്പോൾ അതൊരു നമുക്ക് കിട്ടിയൊരു ഭാഗ്യമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്നായിരുന്നു ആ ഉസ്താദിൻ്റെ ഒരു വിശ്വാസം. അതുപ്രകാരം അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം നല്ലൊരു പണ്ഡിതനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം നബിയെക്കുറിച്ചുള്ള ഒരു പ്രസംഗം, ഒരു 3 നീണ്ട താളുകളിൽ വരുന്ന പോലെ ഒരു നബിയെക്കുറിച്ചുള്ള ഒരു പ്രസംഗം അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതി. ഇംഗ്ലീഷിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പരിഭാഷ മലയാളത്തിലും എഴുതി. എന്നിട്ട് എന്നോട് അതിൻ്റെ ഇംഗ്ലീഷ് വാക്യങ്ങൾ പഠിക്കാൻ പറഞ്ഞു. അതുപോലെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന വേറൊരു മിടുക്കനായൊരു പയ്യനുണ്ടായിരുന്നു, യൂസഫ് എന്ന് പറഞ്ഞിട്ട്, അവനോട് അതിൻ്റെ മലയാളം പരിഭാഷയും പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു. ഞാൻ ഒരു ചെറിയ പാരഗ്രാഫ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കും, അത് യൂസഫ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യും. അങ്ങനെയായിരുന്നു ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ വർഷം ഈ 2 പ്രോഗ്രാമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, തമിഴ് ഗാനവും ഇംഗ്ലീഷ് പ്രസംഗവും. അങ്ങനെ അത് നബിദിനം വന്നു, ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ തമിഴ് ഗാനം പാടി, ഇംഗ്ലീഷ് പ്രസംഗം ഞങ്ങൾ ഈ മേൽ പറഞ്ഞ രീതിയിൽ ഞാനും യൂസഫും കൂടി അവതരിപ്പിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ എനിക്ക് പറയാമെന്നറിയില്ല, ഒരു അത്ഭുതം പോലെ ആ ഒരു നബിദിനത്തിന് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട 2 ഐറ്റംസ് ആ 2 പ്രോഗ്രാമായിരുന്നു, എൻ്റെ തമിഴ് ഗാനവും ഇംഗ്ലീഷ് പ്രസംഗവും. അത് വളരെയധികം പ്രശംസ പിടിച്ചു പറ്റുകയും ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുകയും അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയും ഒരുപാട് സമ്മാനങ്ങൾ, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പ്രോത്സാഹന സമ്മാനത്തിന് പുറമെ ഒരുപാട് സമ്മാനങ്ങൾ ക്യാഷ് അവാർഡായിട്ടും ഗിഫ്റ്റ് ബോക്സുകളായിട്ടും മറ്റുമൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. ഇന്നങ്ങനെ ഒരുപാട് തവണ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ എൻ്റെ പേര് പോലും പറയാൻ വിട്ടുപോയ അതേ മദ്രസയിലെ അതേ സ്റ്റേജിലേക്ക് എൻ്റെ പേരിനെ തുരുതുര അനൗൺസ് ചെയ്യുകയും ഞാനിങ്ങനെ സമ്മാനം വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് വീണ്ടും വീണ്ടും കയറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരുപാട് സമ്മാനം എനിക്കന്ന് അവിടുന്ന് കിട്ടി. പിന്നീട് അങ്ങോട്ട് എല്ലാ നബിദിനത്തിനും ഉസ്താദുമാർ തന്നെ ഇങ്ങോട്ട് നിർദ്ദേശിക്കാൻ തുടങ്ങി, നജമുദ്ദീൻ ഇതിൻ്റെ തമിഴ് ഗാനം നിർബന്ധമായിട്ടും വേണം, അതുപോലെ ഇംഗ്ലീഷ് പ്രസംഗവും നിർബന്ധമായിട്ടും വേണം എന്ന് പറയാൻ തുടങ്ങി. അതൊരു വെറൈറ്റി ഐറ്റം ആയിട്ട് മാറി. എല്ലാ നബിദിനത്തിനും ആ കലാപരിപാടികൾ. പിന്നെ ഞാൻ വേറെയും കൂടുതൽ പാട്ടൊക്കെ എടുത്ത് ഞാൻ പാടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാനത് അത് പിന്നീടുള്ളൊരു 4-5 വർഷം എൻ്റെ ഒരു യുഗം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മദ്രസയെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള 4-5 വർഷം എൻ്റെ ഒരു കാലമായിരുന്നു. കാരണം നല്ല പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമായിരുന്നു, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുമായിരുന്നു, ക്യാഷ് അവാർഡുകളും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് പാരിതോഷികങ്ങൾ എനിക്ക് ആ വർഷങ്ങൾ 5 വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ഓളം ഉണ്ടാക്കി എന്ന് പറയും. ചിലപ്പം ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ ഇത് കേട്ടാൽ പറയും ഇയാൾ എന്തോ ഒരു തള്ളാണെന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ നാട്ടുകാർക്ക് അറിയാം സത്യം എന്താണെന്നുള്ളത്. എൻ്റെ കൂടെ മദ്രസയിൽ പഠിച്ച അല്ലെങ്കിൽ ഇന്ന് നല്ല സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, അന്നത്തെ ചെറുപ്പക്കാർ, അവർക്ക് നല്ല ഓർമ്മയിലുണ്ടാവും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സത്യമാണോ തള്ളാണോ എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ ഞാൻ പറയാണ്, ഇത് പിൽക്കാലത്ത് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പിൽക്കാലത്ത് എന്നോട് 1-2 ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ
നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ആ ഉത്സവം കണ്ടിട്ട് മടങ്ങൂല. അതുപോലെ ഈ നബിദിനം വരുന്ന സമയത്ത് എൻ്റെ പാട്ട് കൂടി കേൾക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിട്ട് കുറേ ആളുകൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് അവരുടെ ബന്ധുവീടുകൾ താമസിച്ചിട്ട് ഈ പ്രോഗ്രാം കേട്ടിട്ട് പോകുമായിരുന്നു എന്നൊക്കെ എന്നോട് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഒന്ന് രണ്ട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്താ സമയം ഞങ്ങളുടെ മദ്രസയിൽ മാത്രമല്ല മറ്റ് മദ്രസകളിൽ പ്രോഗ്രാമുകൾ ഉണ്ടായാലും ഞങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി. എന്നിപ്പോൾ ഈ എൻ്റെ കൂടെ ഈ യൂസഫിന് പുറമെ നസീർ എന്ന് പറഞ്ഞ എൻ്റെ റിലേറ്റീവ് കൂടിയാണ്, ആ ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ സംഘഗാനം അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ ഒരുപാട് വെറൈറ്റി കൊണ്ടുവന്നു. ആ വെറൈറ്റി ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ഞങ്ങളുടെ മദ്രസയിൽ ഞങ്ങൾക്ക് സമ്മാനം കിട്ടുന്നതിന് പുറമെ ഞങ്ങൾ മറ്റുള്ള മദ്രസകളിലെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ മറ്റു മദ്രസകളിലേക്കും പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി. മാത്രമല്ല നമ്മുടെ ഈ റേഞ്ച് തലത്തിലുള്ള മദ്രസ കലോത്സവങ്ങളിലൊക്കെ ഞങ്ങളെ ആ മദ്രസയെ പ്രതിനിധിച്ചുകൊണ്ട് ഞങ്ങൾ പോയിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും ഒരു ആ മദ്രസയിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട കുട്ടികളായിട്ട് ഞങ്ങൾ മാറിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു എൻ്റെ ലൈഫിലൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആ ഒരു മദ്രസ കാലം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു ഓർമ്മകൾ അയവിറക്കുക എന്നതിനപ്പുറത്തായിട്ട് ഇതിലൊരു വലിയൊരു ലെസൺ ഉണ്ട്. ആ ലെസനാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാലങ്ങളിലേക്ക് ഇപ്പോൾ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് സുപ്രധാനമായ തീരുമാനം എടുക്കുന്ന സമയത്തും ഞാൻ എൻ്റെ ഈ ഒരു അനുഭവം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ ഉമ്മ കാണിച്ചു തന്ന ഒരു വഴി, മറ്റാരും ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുക. എല്ലാവരും ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടെന്നാൽ അവിടെ യാതൊരു വിലയും ഉണ്ടാവില്ല, ഒട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ല. നേരെ മറിച്ച് മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത എന്നാൽ നമുക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതെന്തെങ്കിലും ഒന്നുണ്ടാകും. അതെന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിൽ നമ്മളൊരു എക്സ്പേർട്ടായി അതിൽ പരമാവധി നന്നായി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് വിജയിക്കുകയും ചെയ്യും, നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും, നമ്മൾ അറിയപ്പെടുകയും ചെയ്യും, നമ്മൾ മൂല്യവൽക്കരിക്കപ്പെടുകയും ചെയ്യും. ഇതൊരു വലിയൊരു പാഠമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ആ ഉസ്താദ് കാണിച്ചെന്ന വഴി, ഇംഗ്ലീഷ് പ്രസംഗം എന്ന് പറയുന്നത്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറയുന്ന കുട്ടിയായിരുന്നു, എനിക്ക് ഇംഗ്ലീഷിലെ പ്രൊണൗൺസിയേഷനും സംഭവങ്ങളൊക്കെ നന്നായിട്ട് അറിയുമായിരുന്നു. പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണം എനിക്ക് അറിയില്ലായിരുന്നു. ആ ഉസ്താദ് ആ വഴി കാണിച്ചു തന്നു. അതൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് മാറി. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്റ്റേജ് ഫിയർ മാറാനുള്ള ഏറ്റവും വഴിയൊരുക്കിയൊരു സംഭവം കൂടിയായിരുന്നു ഈ നബിദിനങ്ങൾ. നബിദിനങ്ങളുടെ വേദികളിൽ കയറി വലിയ വലിയ സദസ്സുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് പാട്ട് പാടാനും പ്രസംഗിക്കാനും മറ്റുമൊക്കെ തുടങ്ങിയോട് കൂടിയിട്ട് എൻ്റെ എല്ലാ ടെൻഷനും മാറുകയും ഞാനത് വേദികൾ എനിക്കൊരു വലിയ വിഷയമാവുകയും എത്ര വലിയ ജനക്കൂട്ടം ഉണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി അവരെ മുമ്പിൽ നിന്നിട്ട് പ്രസംഗിക്കാനും പാട്ടുപാടാനൊക്കെയുള്ള ഒരു ധൈര്യം എനിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ എനിക്കതൊരു വലിയൊരു അനുഗ്രഹമായിക്കൊണ്ട് തന്നെയാണ് ഞാനത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഇത്ര നേരം തന്നെ കേട്ട നിങ്ങൾക്ക് ഇതിന്ന് ഞാൻ ആ ഉദ്ദേശിച്ച സാരാംശം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തമിഴ് ഗാനം എങ്ങനെയാണോ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയത്, അതേപോലെ ഇംഗ്ലീഷ് പ്രസംഗം എന്നുള്ളത് അത് എനിക്കെങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റിയത്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ഹിഡൻ ടാലൻ്റ് ഉണ്ടാകും. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അനുകരിക്കാൻ പോകരുത്. നമ്മളൊരു കോഴ്സ് എടുക്കാൻ പോകുന്ന സമയത്തായാലും ശരി, ഒരു ജോലിക്ക് പോകുന്ന സമയത്തായാലും ശരി, ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന സമയത്തായാലും ശരി, ഇപ്പോൾ എല്ലാവരും അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതാണ് ഫാഷൻ, അതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിക്ക് പോകുന്നതിന് പകരം അധികം ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയവും ഉണ്ടാകും, ഉയർച്ചയും ഉണ്ടാകും. നമ്മൾ എന്നും ആഘോഷിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഈ നബിദിനത്തിൻ്റെ ഈ ഒരു വേളയിൽ ഈ കഥയൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയംഗമായ നബിദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ഗുഡ് ബൈ.